അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ റമളാൻ മാസം സമാഗതമായിരിക്കുകയാണ്. വിശ്വാസികളെല്ലാം നോമ്പിനെ സ്വീകരിക്കാൻ വേണ്ടി, മനസ്സറിഞ്ഞ് സ്വീകരിക്കാൻ വേണ്ടി സന്നദ്ധരായി തയ്യാറായി നിൽക്കുകയാണ്. വീടുകളൊരുങ്ങി, പള്ളികളൊരുങ്ങി, മനുഷ്യരൊരുങ്ങി, നമ്മുടെയൊക്കെ മനസ്സും തയ്യാറായി നിൽക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധന, ഒരു മാസക്കാലം, ഒരു വർഷത്തിലൊരിക്കൽ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തേണ്ട നിമിഷങ്ങളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ സന്ദർഭത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ഓർമ്മിപ്പിക്കുകയാണ്. റമളാൻ മാസം നമ്മുടെ ജീവിതത്തിൽ ഒരു ഒഴിഞ്ഞിരിക്കൽ എന്ന് പറയുന്ന ഒരു സംഗതിക്ക് നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. ഉദ്ദേശിക്കുന്നത്, ആധുനിക മനുഷ്യൻ്റെ ജീവിതം വളരെ തിരക്ക് പിടിച്ചതാണ്. തിരക്ക് പിടിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളുണ്ടാക്കിയ സങ്കേതങ്ങളും സാങ്കേതിക വിദ്യകളും ശാസ്ത്ര നേട്ടങ്ങളുമൊക്കെ നമ്മൾക്ക് തന്നെ തിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വിചാരിച്ചിരുന്നത് പഴയകാലത്തെ മനുഷ്യൻ ചെയ്യുന്ന ജോലികൾ അതിലേറെ എളുപ്പത്തിൽ അനായാസേന ചെയ്തു തീർക്കാവുന്ന ശാസ്ത്ര സാങ്കേതിക മികവുകൾ, കഴിവുകൾ നമ്മൾ നേടിയിട്ടുണ്ട്. പല യന്ത്ര സാമഗ്രികളും കൈവശപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് സമയലാഭം, ജോലി ലാഭം, എല്ലാം സൗകര്യം ഒഴിഞ്ഞിരിക്കാമെന്നാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾക്ക് ജോലി വർദ്ധിപ്പിക്കുകയാണ് ചെയ്ത്. ഒരു മിനിറ്റ് പോലും ഒഴിഞ്ഞിരിക്കാൻ സമയം കിട്ടാത്ത വിധം നമ്മുടെ ജീവിതത്തെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു ഈ സാങ്കേതിക സൗകര്യങ്ങളും വിദ്യകളുമൊക്കെ. ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു മൊബൈൽ ഫോൺ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. നമ്മൾക്ക് ഏതെങ്കിലും നിമിഷത്തിൽ ഒന്ന് ഒഴിഞ്ഞിരിക്കാൻ നമ്മളുടെ ഫോൺ നമ്മൾ അനുവദിക്കുമോ? ഇല്ല. ചില ആളുകളുടെ കയ്യിൽ 2 or 3 ഒക്കെ മൊബൈൽ ഫോണുകളുണ്ടാകും. എപ്പോഴും കോളുകൾ വരുന്നു, പോകുന്നു, ബിസിനസ്സുകൾ നടത്തുന്നു, ജീവിതത്തിൻ്റെ, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള ആളുകളുമായി നിരന്തരം ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്നു. ഒന്നുമില്ലാത്ത ആളുകൾക്കും ഏറെ പണികൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ഒന്ന് ഒഴിഞ്ഞിരിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ശാന്തമായി വീടിൻ്റെ വാതിലുകളൊക്കെ കൊട്ടിയടച്ച്, ഗേറ്റ് അടച്ച്, വീട്ടിനകത്ത് ഉള്ളിലൊരു റൂമിൽ ഒഴിഞ്ഞിരുന്നാൽ, ഒരു ഇൻ്റർനെറ്റ് കണക്ഷനുള്ള ഒരു മൊബൈൽ ഫോൺ അടുത്ത് ഓണാക്കി വെച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്, കിടക്കുന്നത്, വിശ്രമിക്കുന്നതെങ്കിൽ അവിടേക്ക് പോലും നമ്മൾ ആരുടെയും അനുമതി ചോദിക്കാതെ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും ആർക്കും കയറി വരാം. എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വകാര്യതകളിൽ, സ്വകാര്യ ജീവിതത്തിലേക്ക് നമ്മളുടെ പെർമിഷൻ ഇല്ലാതെ ആർക്കും കയറി വരാവുന്ന വിധം തിരക്ക് പിടിച്ചതായി മാറിയിരിക്കുന്നു നമ്മളുടെ ജീവിതം. ഇത് നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒരവസ്ഥ വന്നിരിക്കുന്നു. ഇവിടെ ഈ റമളാൻ മാസത്തിൽ വളരെ പ്രത്യേകമായി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒന്ന് ഒഴിഞ്ഞിരിക്കുക. റമളാനിൽ അല്പനേരമെങ്കിലും നമ്മളിലേക്ക് ഒതുങ്ങുക. എന്താ നമ്മളിലേക്ക് ഒതുങ്ങേണ്ടത്? നമ്മൾ മാത്രമല്ല നിയന്ത്രിക്കുന്നത്. നമ്മളുടെ കുടുംബം നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്. ഭാര്യയും മക്കളും നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് നമ്മളെ ഈ ക്രമങ്ങൾ, ടൈം ടേബിൾ നിശ്ചയിക്കുന്നുണ്ട്. നമ്മുടെ സംഘടന ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് നമ്മുടെ അജണ്ടകൾ നിശ്ചയിച്ച് തരുന്നുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, നമ്മുടെ സ്ഥാപനങ്ങളുണ്ട്, നമ്മുടെ ജോലി സ്ഥലങ്ങളുണ്ട്, ജോലിയുണ്ട്, അങ്ങനെ സമൂഹമുണ്ട്. ഇവരൊക്കെ നമ്മൾ ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുകയും നമ്മളുടെ അജണ്ടകളും പദ്ധതികളും അവർ നിശ്ചയിച്ച് തരികയും ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് നമ്മളായിട്ട് ഒന്ന് ഒഴിഞ്ഞിരിക്കാൻ സമയം കിട്ടുന്നില്ല. പല ആളുകളും ഇതിന് ശ്രമിക്കാറുണ്ട്. പല മതങ്ങൾ, ഹിന്ദു, ക്രിസ്ത്യൻ മതങ്ങളിലും മുസ്ലിങ്ങളുടെ തന്നെ ചില ഗ്രൂപ്പുകളുമൊക്കെ ധ്യാന മഠങ്ങൾ സന്ദർശിക്കുന്നു, അത് ഉണ്ടാക്കുന്നു. സമ്പന്നരായ പല ആളുകളും അത്തരം കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നു, അവിടെ ഒഴിഞ്ഞിരിക്കുന്നു. എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കി ഒഴിഞ്ഞിരിക്കുന്നു. അതിനവർക്കായ ദിക്റുകളും ദുആകളും അവർ കണ്ടെത്തുന്നു. അവരുടെ ജപങ്ങളും കീർത്തനങ്ങളുമൊക്കെ മറ്റുള്ളവർ കണ്ടെത്തുന്നു. അങ്ങനെ കൃത്രിമമായിട്ട് അവരങ്ങനെ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നു. പക്ഷേ ഈ റമളാൻ മാസത്തിൽ വിശ്വാസികൾ അതിന് സമയം കണ്ടെത്തണം. വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 വിഭാഗം ആളുകൾക്ക് പരലോകത്ത് തണലിട്ട് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ വിഭാഗത്തിലൊന്ന് വദക്കറല്ലാഹ് ഖാലിയൻ ഫഫാലത്ത് അയ്നാഹു,
ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കരയുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒറ്റയ്ക്കിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഒഴിഞ്ഞിരിക്കണം. നമ്മൾ എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കി പരിസരങ്ങളും ചുറ്റുപാടുകളും ഒക്കെ മാറ്റി നമ്മളിലേക്കൊന്ന് ഏകാന്തമായിട്ട് ഒഴിഞ്ഞിരുന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ മനസ്സ് തുറക്കുക. എന്തൊക്കെ പറയാനുണ്ട്, അള്ളാഹു ചെയ്തെന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ധാരാളം ഓർക്കാനുണ്ട്, കരയാനുണ്ട്, നമ്മൾ ചെയ്ത കുറ്റങ്ങൾ ഓർത്ത് വിലപിക്കാനുണ്ട്, അവനോട് ഏറ്റു പറയാനുണ്ട്, ആവശ്യപ്പെടാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് പറയാനുണ്ട്. അതാരും അറിയാതെ ആരും കേൾക്കാതെ നമ്മളും നമ്മളെ പടച്ചവനും മാത്രമായി ഒഴിഞ്ഞിരുന്ന് കുറച്ച് സമയമെങ്കിലും നമ്മൾ റംളാനിൽ ഓരോ ദിവസവും അതിനു വേണ്ടി കണ്ടെത്തേണ്ടതുണ്ട്. ഈ പറഞ്ഞ നബിവചനത്തിലേതുപോലെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശിഷ്യന്മാർ അബ്ദുല്ലാഹിബിൻ റവാഹ പറയുന്നൊരു വാക്ക് നോക്കൂ നിങ്ങൾ. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ അവർ പറയുന്നതാണ് മറ്റൊരു സഹാബിയോട്, തആൽ നുഅ്മിൻ സാ, വരൂ സഹോദര, നമ്മൾക്ക് അല്പനേരം വിശ്വാസിയാകാം. ഫൈനൽ ഖൽബ അസ്റഉ തഖല്ലുബൻ മിനൽ ഖിദരി ഇദസ്തജ്മഅത്തിൽ ഗൽയാന. അദ്ദേഹം പറയുന്നത്, ഈ മനസ്സ് ഈ വെള്ളം തിളപ്പിച്ച് ചൂട് പിടിച്ച് തിളച്ച് മറിയുന്നത് പോലെ സെക്കൻഡുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതാണ് മനസ്സ്. അതുകൊണ്ട് വരൂ, നമ്മൾക്ക് രണ്ടുപേർക്കും പോയി ഒന്ന് വിശ്വാസിയാകാമെന്നാണ്. അല്പനേരം ഒന്ന് മുഅ്മിനാകാം. എന്താണ് ഇതിനർത്ഥം? നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഒഴിഞ്ഞിരുന്ന് ഒന്ന് മുഅ്മിനായി നോക്കുക. നമ്മൾ പോകുന്ന വഴി, നമ്മുടെ സംഘടനാ റൂട്ട്, നമ്മുടെ ചരിക്കുന്ന മാർഗം ഒക്കെ ആ വഴിക്ക് ഇങ്ങനെ സ്വാഭാവികമായി യാന്ത്രികമായ ഒഴുക്കിൽ നിന്ന് ഒന്ന് നമ്മളെ പിടിച്ചു നിർത്തുക. നമ്മൾ ഒന്ന് നിർത്തി ആലോചിക്കുക, എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ ശരിക്കുള്ള വഴിക്ക്, നമ്മൾ ഈമാൻ നഷ്ടപ്പെടുന്നുണ്ടോ, ഈമാൻ ഉണ്ടോ എന്നത് ഇടയ്ക്കിടയ്ക്കൊക്കെ നുഅ്മിൻ സാ, അല്പനേരം നമ്മൾക്ക് വിശ്വാസിയാവാമെന്ന്. ഈ ഒരു കാര്യം നമ്മൾ ഈ സന്ദർഭത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. ഇസ്ലാം ഈ റസൂലുള്ളാഹിൻ്റെ മറ്റൊരു വാക്ക് നോക്കൂ നിങ്ങൾ. ഈ വിശ്വാസികളുടെ ഒരു അവസ്ഥ, ഇന്നൽ ഈമാന ല യഖ്ലഖു ഫി ജൗഫി അഹദിക്കും കമാ യഖ്ലഖു സൗബു ഫസ്അലുല്ലാഹ യുജദ്ദിദുൽ ഈമാന ഫി ഖുലൂബിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, വിശ്വാസം വസ്ത്രം നുരുമ്പി പോകുന്നത് പോലെ നമ്മുടെ ഈമാൻ ഇങ്ങനെ മനസ്സിനകത്ത് നുരുമ്പി ദ്രവിച്ചു പോകുന്ന, ഈമാൻ വസ്ത്രം നുരുമ്പുന്നത് പോലെ പഴക്കം കൊണ്ട് നുരുമ്പി. അതുകൊണ്ട് നിങ്ങൾ ഫസ്അലുല്ലാഹ യുജദ്ദിദുൽ ഈമാന, നിങ്ങൾ അള്ളാഹുവിനോട് ഈമാൻ പുതുക്കാൻ വേണ്ടി ചോദിക്കണം എന്നാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടത് പുതുക്കണമെന്ന് റസൂൽ പറഞ്ഞു. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കുക. റംളാൻ മാസത്തിൽ ഈമാൻ പുതുക്കാൻ ഒഴിഞ്ഞിരിക്കുക, അതാണ് നമ്മൾ ഏറ്റവും പ്രധാനപൂർവ്വം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ റസൂലുള്ളാഹി റംളാൻ മാസത്തിൽ എഴുത്തിക്കാഫിരിക്കാൻ ഏറ്റവും തിരക്ക് പിടിച്ച മനുഷ്യനാണ്. റസൂലുള്ളാഹിൻ്റെ കാലത്ത് എഴുന്നേറ്റ് രാത്രി കിടക്കുന്നത് വരെയും, കിടന്നാൽ എഴുന്നേറ്റ് ഉണരുന്നതിൻ്റെ ഇടയ്ക്കുള്ള രാത്രി നമസ്കാരവും അടക്കം നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. എത്ര തിരക്ക് പിടിച്ച ബഹളമയമായ ജീവിതമാണ്. ആ 23 വർഷം ഒരു നിമിഷം അദ്ദേഹം ശാന്തമായിട്ടിരിക്കാൻ സമയം കിട്ടി, അത്ര തിരക്ക് പിടിച്ച ജീവിതം. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ റംളാൻ മാസത്തിൽ എഴുത്തിക്കാഫ് ഇരിക്കാറുണ്ടായിരുന്നു. എന്താ റസൂലുള്ളാഹിൻ്റെ എഴുത്തിക്കാഫ്? വളരെ ശാന്തമായി ഒഴിഞ്ഞിരിക്കലാണത്. ആ ഒഴിഞ്ഞിരിക്കലിന് വേണ്ടിയാണ് ആ എഴുത്തിക്കാഫ്. നമുക്ക് റസൂൽ പള്ളിയിലേക്ക് കയറിയിരിക്കും. പള്ളിയിലേക്ക് വലതുകാലി വെച്ച് അല്ലാഹു മഫ്തഹലി അബ്വാബ് റഹ്മത്തിക്, നിൻ്റെ കാരുണ്യ കവാടങ്ങൾ എനിക്ക് തുറന്നു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് വലതുകാലി വെച്ച് കയറി വെച്ചിരുന്നാൽ പള്ളിക്ക് പുറത്തുള്ള ലോകവുമായി ബന്ധം വിച്ഛേദിച്ചു. ആ പള്ളിയുടെ ചുമരിനകത്ത് കയറിയാൽ ഒരുപാട് മര്യാദകൾ പാലിക്കണം. തഹയ്യത്ത് നമസ്കരിക്കണം, പള്ളിയോടുള്ള ആദരവും ബഹുമാനവും കാണിക്കണം. ആ ചുമരിനപ്പുറത്ത് അതൊന്നുമില്ല. അങ്ങനെ ഒതുങ്ങി. എന്നിട്ട് പള്ളിയിലകത്ത് ഇരുന്നിട്ട് റസൂൽ പിന്നെയും ഒരു ഹൈമ, ചെറിയൊരു കൂടാരമുണ്ടാക്കി അതിനകത്തേക്ക് വീണ്ടും ഒതുങ്ങുകയാണ്. അവിടെയുള്ളവരുമായി ബന്ധം വിച്ഛേദിച്ച് ഒതുങ്ങുകയാണ്. എന്നിട്ട് അവിടെ ശാന്തമായി ഇരിക്കുന്നു. എന്തായിരിക്കും പാതിരാവുകളിലൊക്കെ അവിടെ ഇരുന്ന് ശാന്തമായി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മനസ്സ് മന്ത്രിച്ചിട്ടുണ്ടാവുക? എന്തായിരിക്കും അള്ളാഹുവിൻ്റെ റസൂലിന് പറയാനുണ്ടാവുക? അതൊക്കെ നമ്മൾക്ക് ആലോചിച്ച് നോക്കാവുന്നതാണ്. അങ്ങനെ വിതുമ്പാനും കരയാനും പറയാനും ഒക്കെയുള്ള ഒരു സന്ദർഭം അള്ളാഹുവിൻ്റെ റസൂൽ ഒരുക്കിയിരുന്നു. അത് എഴുത്തിക്കാഫാണ്. അത് ആവശ്യമുള്ളവർക്ക് ചെയ്യാം, നിർബന്ധമല്ല, സുന്നത്തേ ഉള്ളൂ. ആ സുന്നത്ത് തന്നെ ഒരു പരപ്രേരണ കൊണ്ട് ചെയ്യേണ്ടതല്ല. മനസ്സിലാക്കിയ ആളുകൾ സ്വയമേവ സന്നദ്ധനായിക്കൊണ്ട് ചെയ്യാം. അത് ബഹളമില്ലാതെ ശാന്തമായിരിക്കാൻ വേണ്ടിയാണ്. അതും ബഹളമയമാകുന്നതിനെ, തിരക്ക് പിടിച്ചതിനെ റസൂൽ വിമർശിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിൻ്റെ കൂടെ എഴുത്തിക്കാഫിരിക്കാൻ അനുമതി ചോദിച്ചു. റസൂൽ അനുമതി ചോദിച്ചു. ചെറിയൊരു കൂടാരമുണ്ടാക്കി അവരിരുന്നു.
പിറ്റേ ദിവസം ഹഫ്സറുള്ള തന്നെ വന്നിരിക്കുന്നു, അടുത്ത ദിവസം സൈനബ് വന്നിരിക്കുന്നു. റസൂൽ ഇതെല്ലാം കണ്ടപ്പോൾ റസൂൽ ചോദിച്ചാൽ എന്താണ് ഈ കാണിക്കുന്നത്? ഇത്തികാഫിരിക്കുകയാണ്. റസൂൽ ചോദിക്കുന്നു അൽ ബിർറ റദ്ന ബിഹാദ, നിങ്ങളൊക്കെ പുണ്യം കിട്ടണമെന്ന് തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? ഗൗരവമായി ചോദിച്ചു. ഒക്കെ എടുത്തു കെട്ടി പോകാൻ പറഞ്ഞു റസൂൽ പറഞ്ഞു ഞാൻ ഇത്തികാഫിരിക്കില്ല എന്ന് പിരിഞ്ഞും ചെയ്ത്. പിന്നെ റമദാൻ കഴിഞ്ഞിട്ട് ഷവ്വാല റസൂൽ ഇരുന്നത്. അപ്പോൾ ഇങ്ങനെയല്ല ഇത്തികാഫ് ഇരുന്നത് മൊബൈൽ പകർത്തി അത് റീലാക്കി മാറ്റി അത് ഇൻസ്റ്റാഗ്രാമിലിട്ട് അങ്ങനെയൊന്നും അല്ല. അല്ലെങ്കിൽ ഞാൻ ഇത്തികാഫിരിക്കുന്ന 4 ആളുകളെ അറിയിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ സുഹൃത്തുക്കളെയും ചങ്ങാതിയും വിളിച്ചു വരുത്തിയിട്ടല്ല. ആരാരുമില്ലാതെ ഒറ്റയ്ക്കിരുന്ന് തമാശകളില്ലാതെ വട്ടമിട്ടിരുന്ന് കഥ പറയാതെ ശാന്തഗംഭീരമായിരുന്ന് പടച്ചവൻ്റെ മുമ്പിൽ ഒറ്റയ്ക്കിരുന്ന് മനസ്സ് തുറക്കാനുള്ള ഒരവസരമാണത്. ആ ഒരു സന്ദർഭം ഈ റംസാൻ മാസത്തിൽ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഒഴിഞ്ഞിരിക്കുക, റംസാൻ മാസത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ മനസ്സ് തുറക്കുക. നമ്മൾ അതിനുള്ളൊരു സന്ദർഭം നമ്മൾ കണ്ടെത്തുക. പാതിരാവുകളിൽ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, പാതിരാവുകളിൽ അത്താഴ സമയത്ത് അന്ത്യയാമങ്ങളിൽ അള്ളാഹുവിനോട് പാപമോചനം നേടുന്നവരാണ് അവർ. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, 2 ആയത്തുകളിലും ആ അസ്ഹാർ സഹറിൻ്റെ സമയമെന്നാണ്. അവിടെ ഒറ്റയ്ക്കിരുന്ന് ശാന്തമായിട്ടിരിക്കുക. പള്ളിയിൽ ഇത്തികാഫിരിക്കാം ആവശ്യമുള്ളവർക്ക്, അല്ലെങ്കിൽ വീട്ടിലോ നമസ്കാര ശേഷമൊക്കെ ഒഴിഞ്ഞിരുന്ന് നമ്മളുടെ മനസ്സുകളിലേക്കൊന്ന് ടോർച്ചടിച്ച് നോക്കി നമ്മളിലേക്ക് ഒതുങ്ങാൻ നമ്മൾ ശ്രമിക്കുക. അതിന് പടച്ചവൻ തൗഫീക്ക് ചെയ്യുമാറാവട്ടെ.